എൻ്റെ ഇടതും വലതുമുള്ളത് ഒരു മിടുക്കനും മിടുക്കിയുമാണ്. ഈ പുരാണ കഥകളെ ഇതിവൃത്തമാക്കി ചെയ്യുന്ന പാഠകത്തിൽ സംസ്ഥാന തലത്തിൽ എ ഗ്രേഡ് മേടിച്ച ഒരേ സ്കൂളിലെ വിദ്യാർത്ഥികളാണ് ഇവർ രണ്ടുപേരും. വിശേഷങ്ങൾ ചോദിച്ചറിയാം. എന്താണ് പേര്? വിഷ്ണു. തന്മയ. ആദ്യം പാഠകത്തിന്റെ ഒരു ഭാഗത്തേക്ക് പോയാലോ? ആയിക്കോട്ടെ. എങ്കിലോ പണ്ട് സൂര്യവംശാലങ്കാരഭൂതനായി ദശരഥപുത്രനായി സീതാവല്ലഭനായിരിക്കുന്ന ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ ദൂതന്മാരായിരിക്കുന്ന അംഗദാദി വാനരവീരന്മാര് സീതാന്വേഷണത്തിനായിക്കൊണ്ട് തെക്കൻ ദിക്കിങ്ങിലേക്ക് പുറപ്പെട്ട് ഓരോരോ പ്രദേശങ്ങളെ അതിക്രമിച്ച് തെക്കൻ സമുദ്രതീരത്തെ പ്രാപിച്ച് അനശനം ദീക്ഷിച്ച് ദേഹത്യാഗത്തിനായിക്കൊണ്ട് ഭാവിച്ച കാലത്തിങ്കൽ ആഗതനായിരിക്കുന്ന ദഗ്ധഭക്ഷനായിരിക്കുന്ന സമ്പാദിക്ക് ജാമ്പവാൻ രാമായണം കഥ പറഞ്ഞു കൊടുത്ത സമയത്തിങ്കൽ സംജാതഭക്ഷനായ സമ്പാദി ആകാശമാർഗത്തിങ്കലേക്ക് ഉയർന്ന് അശോകവനിക്കോദ്യാനത്തിങ്കൽ ശിംഷപാവൃക്ഷമൂലകഥയായിരിക്കുന്ന സീതാവൃത്താന്തത്തെ സകല വാനരവീരന്മാർക്കായിക്കൊണ്ട് പറഞ്ഞു കൊടുത്ത കാലത്തിങ്കൽ മൗനികളായിരിക്കുന്ന വാനരവീരന്മാരെ കണ്ട് വാനര യുവരാജാവായിരിക്കുന്ന അംഗദൻ ഇപ്രകാരം പറവൂതം ചെയ്തു. ആയത് എപ്രകാരമാകുന്നത് എന്ന് കിമിതി ഭജത മൗനം വാനരാമാനഹീന സകരരചിത കുണ്ടോർലംഘനേ കുണ്ഠിതാശാ അകലശഭവലേഹ്യം ദുഷമം പാടവാദ്യൈ അനവധിമയശോബ്ധിം കിം തരീതും സമർത്ഥ. അപ്പോ മിടുക്കന്റെ പെർഫോമൻസ് കണ്ടു, ഇനി മിടുക്കിയുടെ പെർഫോമൻസ് കൂടി കാണാനുണ്ട്. കിടക്കുമല്ലേ? എങ്കിലോ പണ്ട് സോമവംശ സംഭൂതന്മാരായിരിക്കുന്ന പാണ്ഡവന്മാർ കപടദ്യൂതത്തിങ്കൽ പരാജിതന്മാരായി നിശ്ചയമനുസരിച്ച് 12 സംവത്സരം വനവാസം, 1 സംവത്സരം അജ്ഞാതവാസം എന്നിങ്ങനെ കഴിച്ചുകൂട്ടിയതിന്റെ ശേഷം ദുര്യോധനാദികള് തങ്ങൾക്ക് അർഹതപ്പെട്ടിരിക്കുന്ന അർദ്ധരാജ്യം തരില്ല എന്നറിഞ്ഞ് യുദ്ധോത്സാഹികളായിട്ട് വർത്തിക്കുന്ന കാലത്ത് കുരുമഹാരാജാവായിരിക്കുന്ന ദുര്യോധനനും മധ്യമ പാണ്ഡവനായി വില്ലാളി വീരനായിരിക്കുന്ന അർജുനനും ഭഗവാൻ സ്വാമി ശ്രീകൃഷ്ണനെ യുദ്ധത്തിന് ക്ഷണിപ്പാനായിക്കൊണ്ട് ദ്വാരകയിലേക്ക് പുറപ്പെട്ടു. എന്നാൽ ഭഗവാൻ സ്വാമി ശ്രീകൃഷ്ണന്റെ ഒരവസ്ഥയാകട്ടെ, കാലേ തസ്മിൻ പ്രബുദ്ധ കില മധുമഥനോ വീക്ഷ്യ തിഷ്ടന്തമഗ്രേ ജിഷ്ണും വ്യാവൃത്യ കണ്ഠം കുരുപതിമപിതം രത്നപീഠേ നിഷണ്ണം തൗ സർവജ്ഞോപ്യജാനന്നിവ കൃതകുശല പ്രശ്ന ഇത്തം ബഭാഷേ കിം താദൃക്കാര്യമദ്യ സ്വയമുപഗമനാൽ ക്ലേശിതൗ യൽ ഭവന്തൗ. ഇതൊക്കെ എങ്ങനെയാ ഓർത്തിരിക്കുന്നത്? എന്തെങ്കിലും ടിപ്പ് വല്ലതും? ടിപ്പൊന്നുമില്ല, 15 മിനിറ്റിന്റെ സംഭവമാണ്. ടിപ്പൊന്നുമില്ല, കഷ്ടപ്പെട്ടിരുന്ന് പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഓർത്തിരിക്കും എന്നാണ് പറഞ്ഞത്. ഇയാൾ ഒരു കാര്യം കൂടി ചെയ്തിട്ടുണ്ട്. എന്താ? ഉറുദു പ്രസംഗം. അതായത് പ്രസംഗത്തിന്റെ അത് വിഷയം ഓൺ ദ സ്പോട്ട് ആണല്ലോ. വിഷയം ഓൺ ദ സ്പോട്ട് ആയതുകൊണ്ട് മാത്രമാണ്, ഇല്ലെങ്കിൽ ഇവിടെ പൊളിച്ചേനെ. ഏതൊക്കെയായാലും മറ്റ് അതിഥികൾ കൂടി നമ്മൾക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. അവരിലേക്കും വേഗം എത്താം.